ഹലോ, നമസ്കാരം. തൊടിയിലൂടെ ഒന്നിങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഓരോ മരുന്നുകളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ചിറ്റാമൃത കേട്ടോ. ചിറ്റാമൃതം എന്ന് പറഞ്ഞാൽ ഷുഗറിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് ചിറ്റാമൃതം. ഈ ചിറ്റാമൃത തന്നെ വാദസംബന്ധമായും പിത്തസംബന്ധമായുള്ള അസുഖങ്ങൾക്കൊക്കെ കഷായത്തിൽ വരുന്നുണ്ട്. അമൃതോത്തരം കഷായത്തിലൊക്കെ വരുന്ന ഒരു മരുന്നാണ് ചിറ്റാമൃതം. കരിനൊച്ചി കേട്ടോ. കരിനൊച്ചി എന്ന് പറയുമ്പോൾ ഉദരസംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അതേ രീതിയിൽ വായ്പുണ്ണിനൊക്കെ നല്ലതാണ്. വായ്പുണ്ണിനൊക്കെ ഇതിൻ്റെ ഇല നീരെടുത്തിട്ട് ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ്. അഷ്ടവർഗം കഷായത്തിലൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് കരിനൊച്ചി. ശംഖുപുഷ്പം കേട്ടോ, നീല ശംഖുപുഷ്പം. ഇത് 2 തരം ശംഖുപുഷ്പമുണ്ട്. നീല ശംഖുപുഷ്പമുണ്ട്, അതേ രീതിയിൽ തന്നെ വെളുത്ത ശംഖുപുഷ്പമുണ്ട്. രണ്ടും ഔഷധ ഗുണമുള്ളതാണ്. ഇതിൻ്റെ പൂവ്, വേര്, ഇല എല്ലാ ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കഞ്ഞിക്കൂർക്ക, പന്നിക്കൂർക്ക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് ജലദോഷം, കഫക്കെട്ട് ഇതിനൊക്കെ നല്ലതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ കഫക്കെട്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നെറ്റിക്കൊക്കെ ഇതിൻ്റെ നീര് അരിച്ച് തേപ്പിടാൻ പറ്റും. അതോ മൂർധാവിലൊക്കെ കുറച്ച് ആക്കാം. അതേ രീതിയിൽ തന്നെ ഉള്ളിൽ തേനൊക്കെ ചേർത്ത് കഴിക്കാനും പറ്റുന്നതാണ്. കറ്റാർവാഴൻ്റെ ഔഷധം പിന്നെ ഞാൻ പറയേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇത് അതേ രീതിയിൽ ഇരുവേലി. ഇത് കാഴ്ചക്ക് കഞ്ഞിക്കൂർക്കൽ പോലെ നിൽക്കും, പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇരുവേലിയാണ്. ശരീരം തണുപ്പിക്കാനൊക്കെ നല്ലൊരു ഔഷധമാണ് ഇരുവേലി. ദ്രാശാദി കഷായം പോലുള്ളതിലൊക്കെ വരുന്ന ഒരു മരുന്നാണ് ഇരുവേലി. ഇത് അതുപോലെ ഇരുവേലി കേട്ടോ. ഇരുവേലി ഏതാണ്ട് രൂപം കൊണ്ട് നമുക്ക് കഞ്ഞിക്കൂർക്കലാന്നൊക്കെ തോന്നും, ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കലുണ്ട്. പക്ഷേ ഇത് ഇരുവേലി എന്നാണ് അറിയപ്പെടുന്നത്. ഇരുവേലി ശരീരം തണുപ്പിക്കാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഇരുവേലി. പല ഔഷധങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇത് മുക്കുറ്റിക്ക് എന്താ പറയുക, പറഞ്ഞാൽ തീരാത്ത ഔഷധ ഗുണം മുക്കുറ്റിക്കുണ്ട്. ഇതായി നമ്മൾ ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം കയറി പോയിട്ടുണ്ട്. അതിൻ്റെ പൂവും ഇതാ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിത്തുണ്ട്. ഈ വിത്ത് എടുത്ത് നട്ടാൽ മതി കേട്ടോ. ആ വിത്ത് ഇതാ പാകമായി നിൽക്കുകയാണ് കേട്ടോ, ഉണങ്ങി കിടക്കുകയാണ്. ഇത് കൊണ്ടുപോയി പിടിപ്പിച്ചാൽ മതി. ഇതിൽ രണ്ടുമുണ്ട്, വെള്ളയും ഇവിടെ ഇതാ വെള്ള ശംഖുപുഷ്പമുണ്ട്, കൂട്ടത്തിൽ തന്നെ നീല ശംഖുപുഷ്പമുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ കലപ്പിലിങ്ങനെ കിടക്കുകയാണ്. രണ്ടുമുണ്ട്. അത് ഒരുമിച്ച് വിത്തെറിഞ്ഞപ്പോൾ അവിടെ രണ്ടും ഉണ്ടായതാണ്. പിന്നെ ഇത് ഇതാ തഴുതാമ. നീര് ഒക്കെ പോകാൻ വേണ്ടി ഏറ്റവും വളരെ നല്ലൊരു ഔഷധമാണ് ഇപ്പോൾ അത്. ആളുകൾക്ക് കാൽക്കൊക്കെ ഉണ്ടാകുന്ന നീര് അത് പോകാൻ, അതുവേണം മൂത്രത്തിൽ കൂടെ ഒക്കെ നീര് വല്ലാണ്ട് എടുത്ത് പോകാൻ നല്ലൊരു സാധനമാണ് ഇത്. 2-3 രീതിയിൽ കഴിക്കാം. എന്താ പറയുക, അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.